ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 0° റിസോർട്ടിന്റെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലാണത്. കുട്ടികളൊക്കെ രാവിലെ തന്നെ നല്ല തണുത്ത് വിറങ്ങലിച്ച് കിടന്നുറങ്ങിയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല സെറ്റപ്പായിട്ട് പിള്ളേരൊക്കെ നല്ല ഉഷാരൊക്കെ ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 0 റിസോർട്ടിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ നല്ല അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങി കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് വന്ന് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ കാണുന്ന 0 റിസോർട്ട്. ഇപ്പോൾ നമ്മളിത് രാവിലത്തെ വ്യൂ ആണ്. ഈ കാണുന്ന 4 കോട്ടേജുകൾ, പിന്നെ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂള്. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് പുറത്ത് കൂടെ നടക്കാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്. നിലവിൽ നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ 4 കോട്ടേജുകൾ കൂടാതെ ഏകദേശം ഒരു 8 കോട്ടേജും കൂടിയും ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി നമ്മൾ എല്ലാവരും കൂടി സജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന ഈ കാട്. അപ്പോൾ നമുക്ക് ഈ കാടുകളിലൊക്കെ കയറാം. പക്ഷേ കുട്ടികളൊക്കെ ആയിട്ട് കയറുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അട്ടയുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാലുമ്പോൾ ഡെറ്റോളൊക്കെ പറ്റിയിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഈ ജംഗിളിലേക്ക് കയറാൻ. ഞങ്ങൾ കുറച്ചങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഇറങ്ങി പോകുന്നു. പിള്ളേരൊക്കെ ഉള്ളവരോട് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരണമെങ്കിൽ അവർ റിസോർട്ടിലെ സ്റ്റാഫ് നിങ്ങളുടെ കൂടെ വരും. അപ്പോൾ കുറച്ച് രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല മോർണിംഗ് അതിൻ്റെ മേളിൽ കയറണമെങ്കിൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. പിന്നെ നല്ല കോടയൊക്കെ ഉണ്ടാവും. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജംഗിളിൻ്റെ അകത്ത് കയറാം. ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ താഴത്തെ കൂടെ ഇറങ്ങി റിസോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വരെയാണ്. നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അവിടുത്തെ ആംബിയൻസും ഒരു പ്രത്യേകമായൊരു ആംബിയൻസാണ്. അത് നമ്മൾ താഴത്തെ കൂടെ ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ച് റിസോർട്ടിൻ്റെ മുകളിലേക്ക്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് കയറാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ വരുന്ന ആൾക്കാർ പരമാവധി കോട്ട് കരുതുക, കാരണം രാവിലെ നല്ല തണുപ്പായിരിക്കും. ആ റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ കാണുന്ന തേയിലത്തോട്ടമാണ് ഈ താഴത്ത് കാണുന്നത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കിടുക്കാച്ചി വ്യൂ ആണ്. ഇത് നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ്. രാവിലെ വന്നിട്ട് നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ അടുക്കത്ത് കൂടെ കയറി ഇവിടെ നടക്കുന്നത്. എല്ലാവരും വരുമ്പോൾ ഇത് കൂടെ കയറാൻ നടക്കരുത്, കാരണം നിങ്ങൾക്ക് കയറിലേക്ക് ഭയങ്കര നഷ്ടവും. അടിപൊളി വ്യൂ ആണ്, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം.
ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 0 ഡിഗ്രി റിസോർട്ടിന്റെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലാണ്. എല്ലാവരും ഉണ്ട്. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് സെറ്റപ്പായിട്ട് എല്ലാവരും കണ്ടാ 0 ഡിഗ്രി. ഇപ്പം ഈ കാണുന്ന നമ്മൾ ബാക്കി കാണുന്ന കുന്നുമലയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കയറി നമ്മൾ വന്നാണ്. കണ്ടാ ചുറ്റിനും കണ്ടാ നല്ല അടിപൊളി സ്ഥലം, നല്ല വ്യൂ ആണ്, നല്ല ആംബിയൻസ് ഉള്ള. ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നിൽക്കുന്നത് 0 ഡിഗ്രി കോട്ടേജസിൻ്റെ തേയിലത്തോട്ടത്തിന് നടക്കാണ് നിൽക്കുന്നത്. സൂപ്പർ ആംബിയൻസ് ആണ്. നമ്മളെല്ലാവരും വരാൻ, കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഇറങ്ങി. കേട്ടോ, എല്ലാവരും ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ ദൂരം നടന്നു. നല്ല ആംബിയൻസ് ആണ്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഫുള്ള് കോടമഞ്ഞ് മൂടി നല്ല സൂപ്പറായിട്ട് കിടക്കുന്ന സ്ഥലം. അപ്പോൾ എല്ലാവരും പിന്നെ തേയിലത്തോട്ടത്തിന് നടക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക, പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാം. ഈ കാണുന്ന കോട്ടേജാണ്, ലാസ്റ്റ് കാണുന്ന കോട്ടേജാണ് നമ്മൾ താമസിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, നിങ്ങളെല്ലാവരും കണ്ടില്ലേ. ഇത് കാണുന്നതിലും വളരെയധികം സൂപ്പറാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശരീരവും നല്ല അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും വരിക, കാണുക. അപ്പോൾ എല്ലാവരും നടത്തമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലെത്തിയേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നമുക്കിപ്പോൾ ബട്ടൂരയും കടലക്കറിയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. റിസപ്ഷൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലാത്തതിന് ഇതാണ് റിസപ്ഷൻ. നമ്മളിവിടെ പ്രത്യേകം എടുത്തു വരേണ്ട നമ്മുടെ മാനേജർ വളരെയധികം സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ, അവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയ ആൾക്കാരാണ്. നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. അവിടെ നമ്മൾ എത്തിയാൽ മാത്രം മതി. അവർ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അവിടുത്തെ സ്റ്റാഫ് ആൻഡ് മാനേജറിന് ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് ഇത്രയും നല്ലൊരു സെറ്റപ്പ് അവർ അവിടെ റിസോർട്ടിൽ ചെയ്യുന്നതിന് അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെയുള്ള സൗകര്യം നമുക്കൊരു ഷട്ടിൽ കോട്ടുണ്ട്. പിന്നെ അത് ഈ കാണുന്നത് ടെൻറ്റിൻ്റെ ഉള്ളിലെ ബെഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ടെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, 1200 രൂപക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരാൾക്ക് 1200 രൂപ ടെൻറ്റ് അവൈലബിൾ ആണ്. ഇവിടെ എത്ര പേർക്കുള്ള ടെൻറ്റ് വേണമെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്, തൊട്ട് ഫുള്ളെല്ലാം താഴ്ചയാണ്. ചുറ്റിനും താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഭാഗം മാത്രം പൊങ്ങി കിടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ മനസ്സിന് നല്ലൊരു ഉന്മേഷം കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പറയുന്ന റിസോർട്ട്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ 0 ജംഗിൾ റിസോർട്ടിൽ നിന്നും ഇന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇന്നലെ മുതൽ ഇവിടെ വന്ന് തുടങ്ങിയിട്ട് എന്തായാലും നല്ല ട്രീറ്റ്മെൻറ്റും നല്ല ഫുഡും നല്ല ആംബിയൻസും ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ 0 ജംഗിൾ റിസോർട്ട് വിസിറ്റ് ചെയ്യാം. കൂടുതൽ കോൺടാക്റ്റുകൾക്കായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളെത്തിയിരിക്കുന്നത് ആറ്റുകാട് വാട്ടർഫോൾസിലാണ്.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയുള്ള എൻ്റെ ട്രാവൽ ഫുഡ് ആൻഡ് വീഡിയോകൾ കാണുന്നതിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ദയവായി എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സി യു.